നമസ്കാരം. ഏറ്റവും കൂടുതൽ കേരളത്തിൽ വിവാദമാകുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. അത് എൻ്റെ മണ്ഡലമാണ്. ഇപ്രാവശ്യം മുൻ DGP ശ്രീലേഖ മേഡം NDA സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു. ഞാൻ മേഡത്തിന് ഒരു വോയിസ് ഇടുകയും അതിന് റിപ്ലൈ തന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോവുകയാണ്. മെൻസ് കമ്മീഷൻ ഇവിടെ നിയമസഭയിലെത്തിയാൽ മേഡം അത് സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. അതിന് തന്ന മറുപടിയാണ് ആ വോയിസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. അതുകൂടാതെ മറ്റ് രണ്ടുപേരും നമ്മുടെ MLA ആയിരുന്നല്ലോ. അവരോട് രണ്ടുപേരോടും ഞാൻ രണ്ട് ആവശ്യങ്ങൾക്കായി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും എൻ്റെ അച്ഛൻ മരിച്ചപ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. VK പ്രശാന്ത് ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ടവൻ എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം സ്ത്രീകളുടെ ഇടയിൽ നിന്ന് സ്വറ പറയാനല്ലാതെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ ഒരു വികസന പ്രവർത്തനവും ചെയ്യാത്തൊരാളാണ്. കാരണം നമ്മുടെ വട്ടിയൂർക്കാവ് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എങ്ങനെയായിരുന്നോ അങ്ങനെയാണ് ഇപ്പോഴും കിടക്കുന്നത്. അതിനൊരു മാറ്റവും വന്നിട്ടില്ല. ഇപ്പോൾ കുറേ ഇടിച്ച് വിളിച്ച് ഇലക്ഷൻ വന്നപ്പോൾ അങ്ങനെ കുറച്ച് നാടകം കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ വികസനമൊക്കെ പറയുന്നുണ്ട്. ഈ കാശൊക്കെ എവിടെ നിന്ന് വന്നു എന്നോ എവിടെ പോയി എന്നോ നമുക്കറിയില്ല. അതുകൂടാതെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ ഓഫീസ് ഉദ്ഘാടനത്തിന് ഇയാളെ വിളിച്ചിട്ട് വെറും തന്തയില്ലാത്തരം കാണിച്ച ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം സാധാരണഗതിയിൽ ഓഫീസ് ഉദ്ഘാടനത്തിന് വിളിച്ച് അയാൾ ഇവിടെ ഈ വട്ടിയൂർക്കാവിലും ഈ തൊട്ടപ്പുറത്തെ നെട്ടയം നമ്മുടെ ഓഫീസിലിരിക്കുന്ന നെട്ടയം മുക്കോല ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ഷോപ്പ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഈ ഷോപ്പുകളൊന്നും ഒരു വർഷം പോലും തികച്ചോടിയതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉദ്ഘാടനത്തിന് വരാത്തതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നുള്ളതിന് അത് വേറൊരു കാര്യം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം ഓഫീസ് ഉദ്ഘാടനത്തിന് വരാത്തത് മാത്രവുമല്ല, അത് അവസാന നിമിഷം വരെയും പറഞ്ഞില്ല എന്നുള്ളതാണ്. ഞാൻ വിളിക്കുന്നുണ്ട് വരാൻ അതിന് അയാൾക്ക് വേണ്ടിയിട്ടൊരു ഡേറ്റ് മാറ്റിവെക്കുക കൂടി ചെയ്തു എന്നുള്ളതാണ്. എന്നിട്ടും പുള്ളിക്കാരൻ വന്നില്ല എന്നുള്ളതാണ്. വരില്ല എന്ന് പറഞ്ഞിട്ടുമില്ല. ഇവിടെ തൊട്ടടുത്ത അംഗൻവാടിയിലൊക്കെ വന്ന് ഡാൻസ് കളിച്ചിട്ട് പോയി എന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ പുരുഷന്മാരെ അല്ലെങ്കിൽ പുരുഷന്മാരുടെ സംഘടന ഉദ്ഘാടനം ചെയ്യുവാനോ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്താലോ ഇവിടെ എന്തോ സ്ത്രീകളങ്ങ് ഇവരെ അങ്ങ് താഴേക്കടയിൽ കണ്ടുപോകും എന്നൊരു ചിന്താഗതി, തെറ്റായ ചിന്താഗതി ഇവിടെ ഉണ്ടായിരിക്കുമ്പോഴാണ് ശ്രീലേഖ മേഡത്തിന് ഞാനൊരു വോയിസ് അയച്ചു. രാവിലെ ഒന്ന് വിളിച്ചു. ഇന്നെന്ന് പറഞ്ഞാൽ വളരെ തിരക്കുള്ള ദിവസമാണ്, കൊട്ടിക്കലാശമാണ്. അപ്പോൾ ഒരിക്കലും ഇന്ന് ഞാൻ വിളിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഞാനൊരു മെസ്സേജ് ഇട്ടാൽ റിപ്ലൈ തരുമെന്നോ എനിക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു. പക്ഷേ കാര്യം ഒരാഴ്ചയിൽ കൂടുതലായി ഞാൻ മറതാഴൻ ഷാജി സാറിൻ്റെ ഈ ശ്രീലേഖ മേഡത്തിൻ്റെ നമ്പർ വാങ്ങിയിട്ട്, പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് ഞാൻ വിളിച്ചു, രാവിലെ വിളിച്ചു, ഫോൺ എടുത്തില്ല. തിരക്ക് കാരണം ആണെന്നുള്ള ഉറപ്പാണ്. മെസ്സേജ് കണ്ടിട്ട് എൻ്റെ വോയിസ് കേട്ടിട്ട് അപ്പോൾ തന്നെ തിരിച്ചൊരു വോയിസ് ഇട്ടു. അത് ഞാൻ കേൾപ്പിക്കാം. ഞാനിട്ട വോയിസ് നിങ്ങളെ കേൾപ്പിക്കാം. അതിന് ഞാനിട്ട വോയിസ് കേൾപ്പിക്കുന്നതിന് കാരണവും കൂടിയുണ്ട്. എനിക്ക് ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ട് വോയിസ് ഇട്ട് കഴിഞ്ഞാൽ അത് 5-10 മിനിറ്റൊക്കെയാണ് വോയിസ് ഇട്ടിരിക്കുന്നത്. നമുക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ എന്താണ് ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത് ചോദിക്കുന്നതെന്ന് നിങ്ങളുടെ അറിവിലും കൂടി ഞാൻ വിടുകയാണ്. ഓക്കെ മാഡം, ഗുഡ് മോർണിംഗ്. ഞാൻ ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ സ്റ്റേറ്റ് പ്രസിഡന്റാണ്. വട്ടിയൂർക്കാവ് അജിത് കുമാറാണ്. മാഡത്തിന് വിജയാശംസകൾ നേരുന്നു. അതോടൊപ്പം മെൻസ് കമ്മീഷൻ നിയമസഭയിൽ വന്നാൽ മാഡം അതിനെ പിന്തുണയ്ക്കുമോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. താങ്ക് യു. ഓക്കെ, ഈ ഒരു കാര്യമാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അതിന് മറുപടി തന്നത് അജികുമാർ. നമസ്കാരം. വളരെ സന്തോഷം അജിയുടെ ഈ ഒരു മെസ്സേജ് കിട്ടിയത്. മെൻസ് കമ്മീഷൻ ഒരു നൂതനമായ ആശയമാണ്, തീർച്ചയായിട്ടും വരട്ടെ. പക്ഷെ സത്യസന്ധമായിട്ടുള്ള പരാതികൾ പുരുഷന്മാര് മറ്റുള്ളവർക്കെതിരെ കൊടുക്കുകയാണെങ്കിൽ, അതായത് സ്ത്രീകൾ ഉപദ്രവിക്കുന്നു എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പിന്തുണയ്ക്കും. എനിക്കതിന്റെ കുറ്റബോധം ഉണ്ടെന്നുള്ളത് ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. അന്ധമായി സ്ത്രീകളെ എല്ലാവരും വിശ്വസിക്കാൻ പാടില്ല. അവര് ചിലപ്പോ കണ്ണീരുമൊക്കെ വെച്ചിട്ട് കുറെ കാര്യങ്ങൾ പറയും. അങ്ങനെ വിശ്വസിച്ചതിന്റെ കുറച്ച് ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്റെ സർവീസില്. അപ്പൊ തീർച്ചയായിട്ടും കമ്മീഷനാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പുരുഷന്മാരുടെ സഹോദരന്മാരോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടാവും, അത് ഉറപ്പാണ്. ശരി, താങ്ക് യു.
വളരെയധികം നന്ദി മാഡം. കാര്യം എന്നെ ഈ അജി എന്ന് വിളിക്കുന്നത് എൻ്റെ വീട്ടിലും എൻ്റെ നാട്ടുകാരും മാത്രമാണ് അജി എന്ന് വിളിക്കുന്നത്. അജി എന്ന് വിളിച്ചാണ് എന്നോട് സംസാരിച്ചത് തന്നെ. ഓക്കെ, അപ്പോൾ മാഡത്തിന് നന്നായിട്ട് അറിയാം ഒരാളോട് എങ്ങനെ വ്യക്തമായിട്ട് സംസാരിക്കണം, വോട്ടർമാരോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്നത് ഈ വോയിസ് കേട്ടാൽ മതി. കാര്യം ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്കും ആ വോയിസ് കേട്ടിട്ട് അതിന് റിപ്ലൈ തരണമെങ്കിൽ ഞാൻ മാഡത്തിൻ്റെ ഏതൊക്കെ വീഡിയോ കണ്ടിട്ട് ഞാനവിടെ വട്ടിയൂർക്കാവിൽ മത്സരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു NDA ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ ആഗ്രഹിച്ചിരുന്ന ആളല്ല ഞാൻ ഒരിക്കലും. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്നു. ഇപ്പോൾ എനിക്ക് രാഷ്ട്രീയമല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്തുകൊണ്ട് ഇവിടെ ശ്രീലങ്ക മേഡത്തിനെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ വോട്ടിടണം എന്ന് ചോദിച്ചാൽ, മുരളിയോടും ഞാൻ ഒരു കാര്യം പോയി, ഞാൻ കോൺഗ്രസ്സുകാരായ എൻ്റെ ഫാമിലിയിലുള്ള സ്ത്രീകൾ ഉൾപ്പെടെ പോയി ഞാനൊരു കാര്യം പറയാൻ വേണ്ടി പോയിട്ട് മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ PMGയിലെ ഓഫീസിൽ പോയിട്ട് മൈൻഡ് ചെയ്തില്ല. അത് വട്ടിയൂർക്കാവ് അജിത്കുമാർ ആവുന്നതിന് മുന്നേ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, ഒരു 10 വർഷത്തിന് മുന്നേ ഉള്ള കാര്യം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പ്രശ്നം കേൾക്കുന്ന ഒരാൾ, അതിന് മറുപടി തരുന്ന ഒരാൾ, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ഒരാൾ, അതുകൊണ്ടാണല്ലോ ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ VK പ്രശാന്ത് MLAയുടെ ഓഫീസിൽ, ശാസ്തമംഗലം, ആ ഓഫീസിൽ ശ്രീലേഖ മേഡം അവിടെ പോയി പറയും. കുറച്ച് വിവാദമായൊരു കേസാണല്ലോ. അവിടെ നിന്ന് VK പ്രശാന്തിന് മാറിക്കൊടുക്കേണ്ട അവസരം ഉണ്ടായത്. അവിടെ ഒരുപാട് പേര് VK പ്രശാന്തിനോട് പറഞ്ഞിട്ട് ചെയ്യാത്ത കാര്യങ്ങൾ നടപടി ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രീലേഖ മേഡത്തിൻ്റെ അടുത്ത് പോയ ഒരുപാട് ജനങ്ങൾ ഇടിച്ച് കയറിക്കൊണ്ടിരുന്നപ്പോൾ സഖികെട്ടാണ് VK പ്രശാന്ത് അവിടെ നിന്ന് പോകേണ്ടി വന്നത്. അപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ടും കേട്ട് പരിഹാരം കാണുന്ന ഒരു വ്യക്തി തന്നെയാണ് ശ്രീലേഖ മേഡം എന്നുള്ളത് ഈ വോയിസിൽ വ്യക്തമാണ്. ഒരുപാട് ആയിരക്കണക്കിന്, ഞാൻ ഇലക്ഷന് നിന്നിട്ടുള്ളതാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് മെസ്സേജുകൾ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത് അതിന് റിപ്ലൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ പോലും ഇന്ന് മറുപടി ഒരിക്കലും വേറൊരാളാണ് അത് കൊടുത്തെന്ന് വരില്ല. കാര്യം കൊട്ടിക്കലാശങ്ങൾക്ക് അങ്ങനെ ഭയങ്കര തിരക്കുള്ള ദിവസമല്ലേ, ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. പക്ഷേ മഠത്തിന് വിജയാശംസകൾ നേരുന്നു. ഇങ്ങനെയുള്ളവരെ വേണം നമ്മൾ വിജയിപ്പിക്കുവാൻ. അതിനുവേണ്ടി എല്ലാവരും വട്ടിയൂർക്കാവിൽ ഈ 2 പേരെയും, ഞാനൊരു സ്ത്രീയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം നല്ലത് ചെയ്യുന്നവർക്ക് വേണ്ടി നല്ലത് തന്നെ നമ്മൾ പ്രവർത്തിക്കണം. VK പ്രശാന്ത് ഇവിടെ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. മുരളിയും ഇവിടെ എത്രയോ വർഷം ഇരുന്നതാണ് MLA ആയിട്ട്, ഒരു കാര്യവും ചെയ്തിട്ടില്ല. നിങ്ങൾ 5 വർഷം ശ്രീലേഖ മേഡത്തിന് കൊടുക്കൂ, ഞാൻ ഗ്യാരണ്ടി. കാരണം അതിന് വോയിസ് തന്നെയാണ്. നിങ്ങൾ ചോദിക്കുന്നതിന് ഒരു മറുപടി തന്നിട്ടുണ്ടെങ്കിൽ, അത് മറുപടി തരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കൃത്യമായിട്ടും അവർക്കല്ലേ നമ്മൾ വോട്ട് കൊടുക്കേണ്ടത്. ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല, എൻ്റെ രാഷ്ട്രീയം വേറെയാണ്. ഇപ്പോൾ എനിക്ക് രാഷ്ട്രീയമില്ല. പലരും പറയുന്നുണ്ട് അജിത്കുമാർ സാറിന് രാഷ്ട്രീയമില്ലെന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയം പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളങ്ങനെ പറയുന്നത്. അപ്പോൾ ഒരു അജണ്ടയുടെയും പുറത്തല്ല ഞാൻ പറയുന്നത്. എൻ്റെ ആദ്യത്തെ വീഡിയോ ആർക്ക് വേണ്ടിയായിരുന്നു എന്നറിയാം. അതുകൂടാതെ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ വേറൊരു വീഡിയോ ഇനി ചെയ്യുന്നില്ല ഇലക്ഷൻ പ്രമാണിച്ച്, അതുകൊണ്ട് തന്നെ പറയുകയാണ്, വേറെ 2 പേരെ കൂടി വിജയിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഒന്ന്, പാലക്കാട് മത്സരിക്കുന്ന രമേഷ് പിഷാരടി കോൺഗ്രസ്സാണ്. കാരണം അദ്ദേഹം നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കും, ചെയ്തു തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അയാളെ വിജയിപ്പിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ആൾക്കാരെ നോക്കി നിങ്ങളുടെ മണ്ഡലത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുമെന്ന് കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യുമെന്ന് ഉറപ്പുള്ളവർക്ക് വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നോട്ടയ്ക്ക് ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് നോട്ട അസാധുവാണ്, അതിന് ഇടുക. അപ്പോൾ ഇവർ മനസ്സിലാക്കും എന്തുകൊണ്ട് നോട്ടയ്ക്ക് ഇത്ര വോട്ട് കിട്ടി. അപ്പം നമ്മുടെ പ്രവർത്തനം നന്നാക്കണമെന്ന് അവർക്ക് തോന്നണം. ഇനി രണ്ടാമത് പറയുന്നത്, നിങ്ങളൊക്കെ ഒരുപക്ഷെ എല്ലാവരും ജനപിന്തുണയോട് കൂടിയിട്ട് ബിഗ് ബോസിൽ വിജയിപ്പിച്ചെടുത്ത ഒരാളാണ് അഖിൽ മാരാർ. അഖിൽ മാരാർക്ക് ഇപ്പോൾ ഭയങ്കര തെറിവിളിയാണ് കൊടുക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അയാളൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുമെന്ന് ഉറപ്പുള്ളവരാണ് എൻ്റെ കണ്ണിൽ. രാഷ്ട്രീയം നോക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം എല്ലാ പാർട്ടിക്കാരും ഒന്നാണ്, നേതാക്കന്മാർ ഒന്നാണ്. അവർ ഒരു വലം കൈയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ താഴെ കിടക്കുന്നവരാണ് നമ്മൾ പരസ്പരം അടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതാദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ആരാണ് സ്ഥാനാർത്ഥികളെ നോക്കി വോട്ടിടുക. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് നല്ലതെന്ന് തോന്നിയാൽ അയാൾക്ക് വോട്ട് കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ വട്ടിയൂർക്കാവിൽ
NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീലേഖ മേഡം വിജയിക്കണം. അവർ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ന്യായമായിട്ടുള്ള ഏത് കാര്യവും അവർ പറഞ്ഞത് കണ്ടില്ലേ? പറഞ്ഞത് ഇങ്ങനെയാണ്, മുൻപ് സർവീസിലിരുന്നപ്പോൾ സ്ത്രീകൾ, ഞാൻ പറയുന്ന കാര്യമാണ്, സ്ത്രീകൾ വന്ന് കരഞ്ഞു പിഴിഞ്ഞ് കാണിക്കുമ്പോൾ പോലീസുകാർ പോലീസ് സ്റ്റേഷനിലൊക്കെ അവരെല്ലാവരും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെല്ലാവരും തെറ്റിദ്ധരിച്ച് പുരുഷനാണ് തെറ്റുകാരൻ എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. ഇവിടെ അത് മാറണം. അത് മാറി ഇപ്പോൾ മാഡത്തിന് എന്തോ ഒരു അബദ്ധം പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ വച്ച് വീഡിയോയും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ കരഞ്ഞു വിളിച്ചു വരുന്ന സ്ത്രീകളല്ല യഥാർത്ഥ സ്ത്രീകൾ. എന്താ പറയുക, ശരിയുടെ പക്ഷത്തുള്ളവർ അല്ലെങ്കിൽ പീഡനം അനുഭവിക്കുന്നവർ, അവർക്ക് നീതി കിട്ടണം. മെൻസ് കമ്മീഷൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾ പേടിക്കേണ്ട കാര്യമില്ല. നല്ലവരായിട്ടുള്ള സ്ത്രീകളുടെ കൂടെയാണ് ഞങ്ങൾ. അതുമാത്രവുമല്ല, ആ സ്ത്രീകൾക്കും മകനുണ്ടാവാം, ഭർത്താവുണ്ടാവാം, അച്ഛനുണ്ടാവാം, സഹോദരനുണ്ടാവാം, സുഹൃത്തുണ്ടാവാം. ഇവരും ആണുങ്ങളല്ലേ? അപ്പോൾ പിന്നെ മെൻസ് കമ്മീഷൻ വന്നാലെന്ത്? മെൻസ് കമ്മീഷൻ വരണം. അതിനു വേണ്ടിയിട്ട് നടപടികൾ ഞാനും ഉടനെ സംഘടനാപരമായിട്ട് ഞങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ശ്രീലേഖ മേഡം വിജയിക്കട്ടെ, വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കട്ടെ. ഇവിടെ നിന്നിട്ടുള്ള 2 MLA-മാരായിട്ട് നിന്ന് 2 പേരും ഒന്നും ചെയ്യാത്തത് കൊണ്ട് ഈ 5 വർഷം തീർച്ചയായിട്ടും വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലത്തിൽ ഒരു നല്ലൊരു പൊളിച്ചെഴുത്ത് തന്നെ ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഈ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു.